കേൾപ്പിക്കുകയാണ്. അക്ബർ എന്ന് പറയുമ്പോ പേരോടിന് ഞെട്ടലാണ്. അക്ബർ എന്ന് കേട്ടുകൂടപ്പോ അക്ബർ 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 എന്ന് പറയുമ്പോ പേരോട് പറയും അയ്യേ അക്ബറോ. എന്നിട്ട് മൂപ്പര് എല്ലാരോടും ഇപ്പൊ നടന്നു പറയാ, ഓ ഹിന്ദു സഹോദരന്മാരെ, ഓ ക്രിസ്ത്യാനികളെ, ഞങ്ങൾ ഈ മൗലവിനെ നിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ അയച്ചു തന്നിട്ടില്ല കേട്ടോ. പിന്നെ ആരെയാ അയച്ചു കൊടുത്തത്? പേരോടിനെ അയച്ചു കൊടുത്ത് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് പേരോട് ഇവരുമായിട്ട് സ്നേഹസംഭാരം നടത്തിയിട്ടുണ്ടോ? കഴിയോ? നല്ല കോലുണ്ടാവും. മൂപ്പരിങ്ങനെ പോയിട്ട് ഹൈന്ദവ നേതാക്കളോടും ക്രൈസ്തവ നേതാക്കളോടും ഒക്കെ ഇങ്ങനെ സംവാദം നടത്തിയ നല്ല ചേലുണ്ടാവും. കാരണം മൂപ്പരോട് എന്തെങ്കിലും അവിടുന്ന് ഹൈന്ദവ നേതാവോ ക്രൈസ്തവ നേതാവോ ചോദിച്ചാൽ ചിലപ്പോൾ പറയും മുറിച്ചിട്ടും ഉണ്ടാവും എന്നറിയും. മൂപ്പർക്ക് അതുള്ളൂ മറുപടി. എന്തെങ്കിലും പറഞ്ഞാൽ പരി മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ടുണ്ടാവും എന്നാ പിന്നെ പറയും. ഇതുണ്ടാവുള്ള മൂപ്പരിക്കുള്ള മറുപടി. നല്ല കോലം. എന്നിട്ട് ഇപ്പൊ അക്ബറിന് നല്ല ജനങ്ങൾക്കിടയിൽ എല്ലാ കക്ഷിഭേദമന്യേ അക്ബർ ചെയ്യുന്ന സേവനം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. മൂപ്പരിക്ക് അത് സഹിക്കണില്ല. അക്ബറിന്റെ സദസ്സുകളിൽ കൂടുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾ സ്നേഹത്തോടുകൂടെ വേദി പങ്കിടുന്നു. ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പലരും തെറ്റിദ്ധാരണകൾ തിരുത്തുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കതിന് കഴിയൂലല്ലോ. അതുകൊണ്ട് ഓ ക്രിസ്ത്യാനികളെ, ഈ അക്ബറിനെ ഞങ്ങൾ നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല കേട്ടോ. ആകെ 5 മിനിറ്റ് 10 മിനിറ്റ് അവർ CD-യിൽ അക്ബറിനെ കുറിച്ച് പറയുന്നത്. പേര് അക്ബറിന്റെ വിവരക്കേടും മുജാഹിദുകളുടെ ഗതികേടും. എന്താ അറിയോ? അക്ബറിൻ്റെത് എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് ഈ കാസറ്റ് കുറെ വിറ്റ് ചെലവാക്കാം. അക്ബറിൻ്റെത് നല്ല ചെലവുണ്ടാവുമല്ലോ. ആ വക തട്ടിപ്പും തരികിടൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ചുരുക്കി പറയട്ടെ, പെരിന്തൽമണ്ണയിൽ നിന്ന് അക്ബറുമായി നടക്കുന്ന ഒരു സംവാദത്തിനിടയിൽ ഒരു ഹിന്ദു നേതാവ് പറയാണ്, വിഗ്രഹത്തെ പൂജിക്കുമ്പോ എന്താ അവരുടെ വിശ്വാസം? അവര് പറയട്ടെ, പേരോടല്ലല്ലോ അവരെ കാര്യം പറയേണ്ടത്. അവരെ കാര്യം അവര് പറയട്ടെ. എന്താ അവരുടെ വിശ്വാസം? കല്ല് എന്നുള്ള നിലക്കാണോ അതോ വേറെന്തെങ്കിലും വിശ്വാസമാണോ? ശ്രദ്ധിച്ചു കേട്ടോ. നിരാകാരനും നിർഗുണനും അസ്പൃശ്യനും അദൃശ്യനും എല്ലാമായ ഈശ്വരനെ ചില സമൂഹങ്ങൾക്കോ വ്യക്തികൾക്കോ വിഭാവനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പ്രതീകാത്മകമായ ചില വസ്തുതകളെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ അവർ ഈശ്വരാരാധന നടത്തുന്നു എന്ന് മാത്രം. പക്ഷേ ഈശ്വരാരാധന ചെയ്യുന്നത് ആ വിഗ്രഹത്തെയല്ല. ആ വിഗ്രഹം ഈശ്വരനാണെന്ന് ധരിച്ചുകൊണ്ടല്ല. അത് ചീത്തയാകുമ്പോൾ മാറ്റുകയും അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. പുതിയ വിഗ്രഹങ്ങൾ കൊണ്ടുവരും. മറിച്ച് അത് തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നവീകരണ ശ്രമമോ മാറ്റലോ നടക്കുകയില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം ആ ഒരു പ്രതീക സങ്കല്പത്തിലൂടെ അമൂർത്തമായ ഒരു സങ്കല്പത്തെ സമൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മാധ്യമത്തിൻ്റെ സഹായം എല്ലാവരും എന്നില്ല, ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ വിഗ്രഹാരാധന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വേണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്കറിയാം, അത് ഈശ്വരനാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി നിന്നുകൊണ്ട് അതിനെ കൺകുളിർക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ക്ഷേത്രമടയിൽ പോയി നിൽക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? ഒരു നിമിഷ നേരം പോലും അതിനെ നോക്കുകയില്ല. അതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു. അപ്പോൾ ആ വിഗ്രഹമാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തെ നോക്കി ഇതാ ഈശ്വരന് മുമ്പിൽ നിൽക്കുന്നു, നേരെ നോക്കി തൊഴുകയോ പറയുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നില്ല, കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്നുള്ള അമൂർത്ത സങ്കല്പത്തെ സാക്ഷാത്കരിക്കുവാനോ സാത്മീകരിക്കുവാനോ ഉള്ള ഒരു താൽക്കാലിക സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രതീകാത്മക രീതി എന്നുള്ള നിലയിൽ മാത്രമേ വാസ്തവത്തിൽ അതിന് സാധുതയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ വിശദീകരണം ആവശ്യമില്ല. എൻ്റെ വക ഒരു വിശദീകരണം പറഞ്ഞ് അത് മോശമായി പോകണ്ട. ആ പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ വകയായിട്ടൊരു വിശദീകരണമില്ല. അപ്പൊ ഈ കാര്യം നമ്മളിവിടെ പറഞ്ഞപ്പോൾ അത് മൂപ്പർക്ക് ഉൾക്കൊള്ളാനായില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, മൊയ്‌ദി ശൈഖിനുള്ള ആരാധനയാവും, മറ്റോരും അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർക്ക് അതുകൊണ്ട് കുറച്ച് ക്ഷീണുണ്ട്. അതുകൊണ്ട് അത് ആദ്യം തള്ള. അത് വെറും കല്ലാണ്, ഷജറാണ്, ഹെജറാണ്, കല്ലാണ്, കേൾക്കാത്തവരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചട്ടിക്കലങ്ങളാണ്, മരക്കഷ്ണങ്ങളാണ് എന്നൊക്കെ പറയാ. അപ്പൊ മനസ്സിലായില്ലേ? മാത്രല്ല ഇനി രണ്ടാമത്തെ സംഗതി എന്താ? അന്ന് ഞാൻ പറഞ്ഞു ബുഷിനോട് ഇവർക്ക് വലിയ മഹബത്താണ്.
ഞാൻ എന്നിട്ട് അതിന് പറഞ്ഞു, ബുഷിനോട് നിങ്ങൾക്ക് വലിയ മഹബത്താണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ അതിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാവുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ എന്ന് മൂപ്പര് ഇവിടുന്ന് പറഞ്ഞിരുന്നു. മൂപ്പര് അത് ഇവിടുന്ന് പറഞ്ഞു.